വിരുദ്ധ അഭിപ്രായങ്ങളുണ്ടോ എന്നുകൂടി നമുക്ക് നോക്കാം. റിട്ടയർഡ് SP കൂടിയായ ശ്രീ സക്കറിയ ജോർജ് കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്ത് തരം ശിക്ഷ ഈ പുതിയ തലമുറയിൽ ഈ കുറ്റകൃത്യങ്ങൾ കൂടുമ്പോൾ ചെയ്യണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ തിരുത്തേണ്ടത് എവിടെയാണ്? ഒരുപക്ഷെ തുടക്കത്തിലെ ഇത് മോണിറ്റർ ചെയ്യണം, തുടക്കത്തിലെ മോണിറ്റർ ചെയ്ത് ഇത് തിരുത്തണം. ഇപ്പൊ 8ാം ക്ലാസ്സിൽ ഗ്യാങ് വാർ ഉണ്ടാകുമ്പോൾ അത് തിരുത്തുന്നില്ല എങ്കിൽ 10ാം ക്ലാസ്സിൽ അത് കൊലപാതകത്തിലെത്തുന്നു. ഈ കൊലപാതകം കണ്ണടിച്ചു പൊട്ടിച്ചു, അതിലൊരു കുറ്റബോധവും ഇല്ലാത്ത ഒരുത്തനെ കൊണ്ടുപോയി ജുവനൈൽ ജസ്റ്റിസ് ഹോമിലിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് ഒരാളെ തിരുത്താനാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഏത് തരത്തിലാണ് നിയമ നടപടിക്രമങ്ങൾ ശക്തമാകേണ്ടത്? ഇത് എവിടെയോ പിഴയ്ക്കുന്നുണ്ട്, ആർക്കോ പിഴയ്ക്കുന്നുണ്ട് ഇതിനകത്ത്. ഇന്ന് ഈ സംഭവത്തില് കുറ്റകൃത്യം IPC 302 ഇപ്പോഴത്തെ BNSS അതിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ആ സെക്ഷനുമാണ്, ഇന്നത്തെ റിലവൻറ്റ് സെക്ഷനുമാണ് ഇന്നിപ്പോൾ ഇതിന് ബാധകമാകുന്നത്. നമുക്കറിയാം, കൊല ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പം നേരത്തെ അവിടെ ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നു. അതൊക്കെ തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെൻറ്റേയും PTA പേരൻസിൻ്റെയും ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളതിനകത്ത് നമുക്ക് സംശയമില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ കുട്ടികൾക്ക് ആങ്കർ മാനേജ്മെൻറ്റ്, അവരുടെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ അവരിങ്ങനെ കൊല ചെയ്യുമ്പോൾ അത് കൊലപാതകം തന്നെയാണ്. അത് കുട്ടി ചെയ്താലും പ്രായമുള്ളവർ ചെയ്താലും കൊലപാതകം തന്നെയാണ്. അത് ആ പറയുന്ന IPC ഒഫൻസ് അല്ലെങ്കിൽ BNS ഒഫൻസ് മാറുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ കാര്യം പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടായിരുന്നു. അതായത് കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി, ഗൂഢാലോചന. ആ പ്രയർ മീറ്റിംഗ്സ് ഓഫ് മൈൻഡാണ് ഈ മൊബൈൽ ഫോണിൽ കൂടി അങ്ങോട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്തത്. അപ്പോൾ അവർക്ക് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതിനകത്ത് ഞാൻ കേട്ടു കൊന്നിരിക്കും എന്ന് പറയുന്നത്. ഇതൊക്കെ പഴയ രാഷ്ട്രീയ കൊലപാതകത്തിലാണ് ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുട്ടികളും അങ്ങനെ പോകുമ്പോൾ അവരും ആ അന്ന് കൊടുത്ത ശിക്ഷയ്ക്ക് തന്നെ അവർ അർഹരാണ്. ഒരു കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ അവകാശത്തിനേക്കാളും മേളിലല്ല കൊലയാളികളുടെ അവകാശം. ആരോപണ വിധേയർ എന്ന് പറയുന്ന ഒരു കാര്യം, പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പ്രതികൾ എന്നുള്ള ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഒരു വശത്ത് നിൽക്കുകയാണ്. ഇതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടിയാണോ? നമ്മൾ ഇവരെ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയണ്ട, ക്രിമിനലുകൾ തന്നെ പറയാമെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? അല്ല, ഇതിനകത്ത് പ്രായമുള്ള ഒരാള് ഇതിലൊരു പ്രതിയുടെ അച്ഛനുണ്ട്. അപ്പൊ അയാൾ ഇതിനകത്തെ ഒരു മെച്ചുറായിട്ടുള്ള അയാൾ ഇതിനകത്ത് പ്രിൻസിപ്പൽ കോൺസ്പിറേറ്റർ ആകാനുള്ള സർവ്വസാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളെല്ലാം അതിനകത്ത് 34 പഴയ 34 IPC കുട്ടികൾ വരുന്നത്. അതായത് കുട്ടികൾ മാത്രം ഉണ്ടായ ഒരു ക്രിമിനൽ ആക്ട് അല്ല. ഇതിൻ്റെ പുറകിൽ വ്യത്യസ്തമായ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്. അതിലാള് പിന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിനകത്തെ പ്രതി രജീഷുമായിട്ടുള്ള ഫോട്ടോയൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിന് കുറേയൊക്കെ സംശയങ്ങൾ വരുന്നുണ്ട്. ഇവരെ തീർത്തും ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരല്ല, ഇവർക്ക് എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട്. ശ്രീ സക്കറിയ ജോർജ്, അന്വേഷണം നടക്കണം. ഈ കൊട്ടേഷൻ ബന്ധമുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു വരണം. ഈ മുതിർന്ന ആൾക്കാർക്കും ആ തരത്തിലുള്ള യാതൊരു പരിഗണനയും കൊടുക്കണ്ട. പക്ഷേ 5 കുട്ടികൾ എന്ന് പറയുന്നത് അത് മറ്റൊരു ഗണമാണ്. അവർ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലുള്ള ഇപ്പോൾ ഉള്ള കുട്ടികൾ കൂടിയാണ്. അത് മറ്റൊന്നായിട്ടല്ലേ കാണുന്നത്? കോടതിയുടെ മുന്നിൽ പോലും ഇത് 2ആയിട്ടല്ലേ ഇത് പരിഗണിക്കപ്പെടുകയുള്ളൂ? 2ആയിട്ടല്ലേ ശിക്ഷാവിധികളും വരികയുള്ളൂ? അല്ല, ഒരിക്കലും അല്ല. പണ്ട് TP ചന്ദ്രശേഖർ വധക്കേസിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, പറഞ്ഞു, അദ്ദേഹം വക്കീലാണെന്നും പറയുന്നു. അദ്ദേഹം പറയുന്നു പിന്നീട് ക്രിമിനൽ കോൺസ്പിറസി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്രൈമിന്റെ ഇൻസെപ്പറബിൾ പാർട്ടാണ്. എന്തിനാണ് കോൺസ്പിറസി നടത്തുന്നത്? കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കോൺസ്പിറസി എങ്ങോട്ട് മാറ്റി വെക്കും? കോൺസ്പിറസി പെട്ടവരും ഈ കേസിനകത്തെ പ്രതികളാണ്. അപ്പോൾ പ്രായമുള്ള പ്രതികളുമുണ്ട്, പിന്നെ പ്രായം കുറഞ്ഞ പ്രതികളുമുണ്ട്. പ്രായം കുറഞ്ഞ ആൾക്കാരെ ജുവനൈൽ കോടതി അത് അവരുടെ പ്രായത്തിൻ്റെ ഏജ് വെച്ച് 18 years വരെയാണ് ചൈൽഡ് എന്നുള്ളത്. ആ ഡെഫിനേഷനിലുള്ള കാര്യങ്ങളാണ് ആ പ്രൊസീജിയർ പോകുന്നത്. പക്ഷെ കുറ്റം ചെയ്യുന്നത് കൊലപാതകമാണ്. അത് ആര് ചെയ്താലും കൊലപാതകം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന്, അത് തീർത്തും ചൈൽഡാണ്, തോക്കം കണ്ട് പൊട്ടി എന്നൊക്കെ പറയുന്നു. എന്തായാലും അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുക, അതിന് മെൻസറിയായില്ല, അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല.
അതിനെ പറ്റിയത് ഒരു ആക്സിഡന്റൽ ഇൻസിഡന്റ് ആണത്. ഇത് തലേന്ന് ഇതിൽ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ട് പ്ലാനിങ് നടത്തി എവിടെ വെച്ച് കൊല്ലണം, എന്ത് ചെയ്യണം എന്നെല്ലാം തമ്മിൽ. അല്ല, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ക്രൂരമായ ഒരു കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ളവരെ, ആരോപണ വിധേയരായിട്ടുള്ളവരെ, ഒരു മുതിർന്നവരാണെങ്കിൽ അത് ഏത് തരത്തിൽ കാണുമോ ആ തരത്തിൽ തന്നെ ഈ 5 കുട്ടികളെയും സമൂഹം കാണണം, ആ തരത്തിലാണ് കണക്കാക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, അവിടുത്തെ കോഴിക്കോട് റൂറൽ SP ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരു ഇൻഡിക്കേഷൻ ഞാൻ ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അപ്പൊ പോലീസ് ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ മെന്റ് ചെയ്ത് പറയുന്നതല്ല, ഉണ്ടാക്കി പറയുന്നതല്ല. ഞാൻ ഇത് വാച്ച് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പോലീസ് SP എന്ന് പറയുന്ന ഒരു ചെറിയ പോസ്റ്റ് അല്ല, ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അവര് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അതിന് ആമ്പിൾ എവിഡൻസ് ഇല്ലാതെ അവരും പറയത്തില്ല. കാര്യം ഇതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആയ സെൻസേഷണൽ കേസിനകത്ത് അവർ വളരെ കരുതി അവർ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രായമുള്ളവരൂടെ വന്നു കഴിയുമ്പോൾ ഇതിന്റെ ഡൈമെൻഷൻ മാറുവാണ്. മറ്റേത് കുട്ടികളുടെ ഒരു കുട്ടിക്കളിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യത്തിന് മാറിയിട്ട് പ്രായമുള്ള ഒരാളോട് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ക്രൈമിന്റെ ഡൈമെൻഷൻ മാറുവാണ്. അപ്പം പ്രായമുള്ളവരൂടെ ചെയ്യാനാണോ ഇത് ചെയ്യേണ്ടത്? അവർ കുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവരെ പ്രിവെന്റ് ചെയ്യുക ചെയ്യേണ്ടത്. പ്രിവെൻഷൻ ഓഫ് ക്രൈം സിറ്റിസണും ഉണ്ട്, എൽഡർ സിറ്റിസണും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ സുശീൽ മർമു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജാർഖണ്ഡ് എന്ന സുപ്രീം കോടതി കേസിനകത്ത് പറയുന്നുണ്ട്, ഇൻ റെയറസ്റ്റ് ഓഫ് റേർ കേസസ് വെൻ കളക്റ്റീവ് കോൺഷ്യൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഈസ് സോ ഷോക്ക് ദാറ്റ് ഇറ്റ് വിൽ എക്സ്പെക്ട് ദ ഹോൾഡേഴ്സ് ഓഫ് ദ ജുഡീഷ്യൽ പവർ സെന്റർ ടു ഇൻഫ്ലിക്ട് ഡെത്ത് പെനാൽറ്റി irrespective of their personal opinion as regards disability or otherwise of retaining death penalty, death sentence can be awarded എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പം ഇതിനെ കളിത്തമാശ മാതിരി കുട്ടികളുടെ ഇഷ്യൂ ഒന്നും കോടതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആണ്, ഇത് സെറ്റിൽഡ് ജഡ്ജ്മെന്റ് ആണ്. ആർട്ടിക്കിൾ 141, 142, 144 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കീഴ്ക്കോടതികൾ അനുസരിക്കേണ്ടതാണ്. അവർക്ക് മാറ്റിയൊന്നും എഴുതാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ വിധികള് ശിരസ വഹിക്കണം താഴെയുള്ള കോടതികൾ. അല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റില് അവർക്ക് അവരുടെ പേഴ്സണൽ പെറ്റ് നോഷൻസ് ഒന്നും ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഈ രാജ്യത്തെ നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് താഴത്തെ കോടതി. സുപ്രീം കോടതി വിധികളില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഇനി ഈ ജഡ്ജ്മെന്റിനകത്ത് 4ഉം 5ഉം വളരെ പ്രധാനമാണ്. വെൻ ദ ക്രൈം ഈസ് എനോർമസ് പ്രൊപ്പോർഷൻ, ഇത് എനോർമസ് പ്രൊപ്പോർഷൻ ആണ്. ഒരു മനുഷ്യനെ എടുത്തിട്ട് അടിച്ചിട്ട് വീടിന്റെ അവിടെ കൊണ്ട് വെച്ചേക്കുന്നു, അവിടെ കൊണ്ട് ഇറക്കി വെക്കുന്നു. എന്തിനാണ്? ഈ കുറ്റകൃത്യത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളത്. അപ്പൊ അതേസമയം അവർക്ക് മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ശബ്ദം അദ്ദേഹത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. പ്ലീസ് ശ്രീ PT മുഹമ്മദ് സാദിഖ്,